അമ്മയുടെ മോനിന്ന് നേരത്തെ പോയല്ലോ. ഓ, ഇന്നെന്ത് പുലിവാലൊപ്പിച്ചുകൊണ്ട് വരാനാണോ ഇത്ര നേരത്തെ എഴുന്നള്ളി പോയിരിക്കണത്? കുഞ്ഞിനാണെങ്കിൽ പനിയാ. അതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ട് അതിന് സമയമില്ല, നേരവുമില്ല. ഒരു പണിക്കും പോയില്ല. വീടിനാണെങ്കിൽ ഒരു ഉപകാരവുമില്ല. ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും അമ്മേ? ഞാനിനി കുഞ്ഞിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും വേണം ജോലിക്ക് പോകാനായിട്ട്. അവിടെ നിന്നാണെങ്കിൽ ഒരു ലീവും കിട്ടിയേയില്ല. എൻ്റെ തലവര ഇങ്ങനെയായി പോയല്ലോ അമ്മ. ഞാൻ അമ്മയ്ക്ക് ചായ എടുക്കാവേ. പാവം കൊച്ച്. ആ കൊച്ച് ഇവിടെ വന്ന് കയറിയിട്ട് അതിനൊരു സമാധാനവും കിട്ടിയിട്ടില്ല. വേറെ വല്ല പെൺപിള്ളേർ വരുന്നെങ്കിൽ പണ്ടേ ഇവിടെ ഓടി രക്ഷപ്പെട്ടേനെ. ആ, അതിവിടെ ഉള്ളതുകൊണ്ട് എനിക്കിത്തിരി വെള്ളം കുടിച്ച് കഴിയാൻ പറ്റുന്നുണ്ട്. ഇന്നമ്മേ ചായ. അമ്മയുടെ മരുന്നൊക്കെ കഴിഞ്ഞോ? എന്നാൽ ഞാൻ മോനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുമ്പം അമ്മയ്ക്കുള്ള മരുന്ന് കൂടി വാങ്ങിയിട്ടും വരാം. അത് മോളെ, ചീട്ടും പൈസയും ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ആരുടെ? സുമേഷ് ഏട്ടൻ്റെ കയ്യിലോ? അത് കൊള്ളാം. അമ്മയെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് സുമേഷ് ഏട്ടൻ്റെ കയ്യിൽ പൈസ കൊടുത്തു വിട്ടല്ലേ മരുന്ന് മേടിക്കാൻ. ആ, എന്നാൽ പിന്നെ ആ പൈസ പോയെന്ന് കൂട്ടിക്കോ. വൈകുന്നേരം അതിനും കൂടെ കുടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. എൻ്റെ അമ്മേ, ഞാനല്ലേ അമ്മയ്ക്കൊന്ന് മരുന്ന് മേടിച്ച് തരാറ്. പിന്നെ എന്തിനാ സുമേഷ് ഏട്ടൻ്റെ കയ്യിലേക്ക് പൈസ കൊടുത്തു വിട്ടത്? മോളെ, അവൻ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് രാവിലെ നിർബന്ധം പിടിച്ചുകൊണ്ടാ ഞാൻ അവന് കൊടുത്തത്. കുടിക്കാനുള്ള പൈസ കയ്യിൽ കാണില്ല, അതാ അമ്മേനോട് തിരക്കിയത്. ദാ ഈ കെട്ടുതാലി മാത്രമേ മിച്ചുള്ളൂ. ഇതിലാ ഇപ്പം ആ മനുഷ്യൻ്റെ കണ്ണ്. ഇതെപ്പോഴാണ് പോണതെന്നറിയില്ല. എൻ്റെ പെൻഷൻ കിട്ടിയ പൈസയാ. അതവൻ കുടിച്ച് കളയുമോ മോളെ? നശിച്ചവൻ. കളയും. ഇനി മരുന്നൊന്നും കഴിക്കണ്ട. എൻ്റെ കയ്യിൽ പൈസയില്ല എല്ലാത്തിനും കൂടി ചിലവാക്കാൻ. അമ്മേ, ഞാൻ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അത്യാവശ്യം പണിയൊക്കെ അടുക്കളയിലെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. അമ്മ ഇനി അടുക്കളയിൽ കയറി അതും ഇതും പണിയൊന്നും ചെയ്യേണ്ട കേട്ടോ. ഓരോന്നൊക്കെ ചെയ്ത് വെറുതെ ശ്വാസം മുട്ടലൊക്കെ വരുത്തി വെക്കണ്ട. ഇവനെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കാം. അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട. ഏട്ടൻ ഇന്ന് മരുന്ന് വാങ്ങിയില്ലെങ്കിൽ നാളെ ഞാൻ വാങ്ങിത്തരാം. ആ, മോള് പോയിട്ട് വാ. അമ്മേ, ഞാനിന്ന് കുറച്ച് വൈകി. ആ, ആദൂട്ടനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവൻ വഴക്കുണ്ടായിരുന്നു അമ്മേ. അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മ എന്താ ഒന്നും മിണ്ടാത്തേ? എന്തു പറ്റി അമ്മ? അമ്മയ്ക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? ആദു മോനെ. അമ്മേ, ഇതെന്നെ അമ്മേ മോൻ്റെ കയ്യിലും കവിളിലും ഒക്കെ കാണുന്നേ. അയാൾ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചോ? എന്തൊരു മനുഷ്യനാ അമ്മേ അയാൾ. സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെ കാണിക്കാൻ മാത്രം അയാളൊരു മൃഗമാണോ അമ്മേ? അമ്മേ, എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. അമ്മ ഇതൊക്കെ നോക്കി നിന്നോ? മരുന്ന് മേടിക്കാമെന്ന് എന്താന്ന് ഞാൻ തിരക്കി മോളെ. അതിനാ അവൻ ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കിയത്. അമ്മയ്ക്കറിയാമല്ലോ എൻ്റെ കുഞ്ഞിനൊരു അച്ഛനെ വേണമല്ലോ എന്ന് ഓർത്ത് മാത്രം ഞാനിവിടെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഇവിടെ കഴിഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്തായമ്മേ? എൻ്റെ കുഞ്ഞിനെ അയാൾ ഉപദ്രവിക്കാനും തുടങ്ങി. ഇതിലും നല്ലത് ഇങ്ങനെ ഒരു അച്ഛൻ എൻ്റെ കുഞ്ഞിന് ഇല്ലാതിരിക്കുന്നതാ. ഞാൻ പോവാ അമ്മേ. എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം. ഏതെങ്കിലും ഒരു വാടക വീട്ടിലോ എവിടെയെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ജീവിച്ചോളാം. ഞാൻ പോവാ. അമ്മയും വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പോന്നോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോയ ദേഷ്യത്തിന് അയാൾ അമ്മേനെ തല്ലിക്കൊല്ലും. അമ്മ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? സനിയേ, എന്നടി? എടി മോളെ, സുമേഷ് ദാ കവലയിൽ കിടന്ന് വഴക്കുണ്ടാക്കണ്. നീയൊന്ന് വന്ന് പിടിച്ചു മാറ്റ്. അവൻ്റെ കയ്യിൽ വലിയ കത്തിയൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും നടക്കും, അല്ലെങ്കിൽ ആരെങ്കിലും അവനെ എടുത്തിട്ട് ശരിയാക്കും. നീയൊന്ന് വാ. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? ഞാൻ അയാളുമായിട്ടുള്ള ബന്ധം വിട്ട്. അയാളെ തല്ലുവോ കൊല്ലുവോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊന്നുമില്ല. അമ്മേ വാ, നമുക്ക് പോവാം. നീ നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. ദേ നോക്ക്, എൻ്റെ കുഞ്ഞിനെ തല്ലി ചതച്ച് വെച്ചിരിക്കുന്നു. അയാളെ വിശ്വസിച്ച് ഈ വീട്ടിലോട്ട് കയറി വന്നോളല്ലേ ഞാൻ.
എന്നിട്ട് അയാൾ എന്നോടും എൻ്റെ കുഞ്ഞിനോടും എന്തോ ചെയ്തത്? അങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ ഇനിയും ജീവിക്കണോ? എനിക്കിതൊന്നും കാണാൻ പറ്റില്ല. ഞാൻ പോവാ. അയാൾ എന്താന്ന് വെച്ച് ചെയ്യട്ടെ.